ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പം ക്രിസ്മസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ബോട്ടിലിൻ്റെ പുറത്തുകൂടെ നന്നായിട്ട് പശ തേച്ച് കൊടുത്തു. ബോട്ടിൽ ഫുള്ളായിട്ട് പശ തേച്ചതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ ബോട്ടിൽ ഫുള്ളായിട്ട് മണ്ണൊട്ടിച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബോട്ടിലൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഞാൻ ആ ബോട്ടിലിൻ്റെ പുറത്തു കൂടി പശയിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ റെഡ് ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബോട്ടിൽ ഫുള്ള് പെയിൻറ്റ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. ബോട്ടിൽ ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് അതിൽ ഒട്ടിക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കമ്പിയുടെ പീസുകൾ എടുത്തിട്ടുണ്ട്. കട്ടി കുറഞ്ഞ കമ്പിയാട്ടോ, അധികം കട്ടിയൊന്നുമില്ല. അത് ഇതുപോലെ നന്നായിട്ട് ചുറ്റിയിട്ട് റൗണ്ട് ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ കാർഡ്ബോർഡിൻ്റെ പീസ് ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റൗണ്ട് ഷേപ്പിൽ ചുറ്റിയിട്ട് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഗ്രീൻ കളർ പെയിൻ്റ് ഒന്ന് അടിച്ചെടുക്കാം. പെയിൻറ്റ് നന്നായിട്ട് അടിച്ച ശേഷം ഇത് കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വെക്കണം. നമ്മളെല്ലാവരും ക്രിസ്മസിൻ്റെ ഡെക്കറേഷന് റെഡ്, ഗ്രീന്, ഗോൾഡൻ കളറൊക്കെ ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഈ 3 കളറും യൂസ് ചെയ്തിട്ട് തന്നെയാണ് ബോട്ടിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനുശേഷം ഞാൻ കുറച്ച് ബഡ്സ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ബഡ്സിൻ്റെ ആ കോട്ടനുള്ള ഭാഗം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഗോൾഡൻ കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ പീസും ഞാൻ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം അത് കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഒന്ന് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ആ റൗണ്ട് ഷേപ്പിലുള്ളതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ബഡ്സിലെ കോട്ടനില്ലേ, അത് നമുക്ക് നന്നായിട്ട് ഇതുപോലൊന്ന് ചെറുതായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്. അതുകൊണ്ട് വേഗം തന്നെ ഡ്രൈ ആയി കിട്ടി. അതിനുശേഷം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് മഞ്ചാടിക്കുരു ഉണ്ടായിരുന്നു. അതും കൂടി ഞാൻ ആ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ മഞ്ചാടിക്കുരു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ബീഡ്സ് ആണെങ്കിലും യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ബോട്ടിലിൻ്റെ മുകളിലേക്കും കുറച്ച് മഞ്ചാടിക്കുരു ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഒട്ടിക്കുന്നില്ല, കുറച്ച് വളച്ചിട്ട് ചെറുതായിട്ട് ബോട്ടിലിന് ചുറ്റും മുകളിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ മഞ്ചാടിക്കുരുവിൻ്റെ മുകളിൽ കൂടി അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഗോൾഡൻ്റെ ബീഡ്സും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബീഡ്സൊക്കെ ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോട്ടിലിൻ്റെ താഴ്ഭാഗം കുറച്ച് പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന പോലെ തോന്നി. അപ്പോൾ താഴ്ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ചരട് ചുറ്റി കൊടുക്കാം. ക്രിസ്മസിനൊക്കെ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോസ് ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ വക എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഞാൻ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പറയുവാണ്. ഇതുപോലത്തെ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.